മിനിസ്റ്റർ, എത്ര വലിയ നഷ്ടത്തിലൂടെയാണ് നമ്മൾ ഈ സമയം കടന്നു പോകുന്നത് എന്നാണ്. കോട്ടയം ജില്ലക്കാരി എന്ന നിലയ്ക്ക് ആ വിഷമം എനിക്കുമുണ്ട്. മന്ത്രിയും കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പരിചയമുള്ള ആളാണ്. അത്രയേറെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള, അത്രയേറെ മനസ്സിൽ സൂക്ഷിക്കുന്ന, അടുപ്പമുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് ഈ സമയം നഷ്ടമാകുന്നത്. അദ്ദേഹത്തെ ഈ സമയം എങ്ങനെ ഓർമ്മിക്കുന്നു? എനിക്കൊരു സഹോദരനെ നഷ്ടപ്പെട്ടു. മിനിസ്റ്റർ, ഈ സമയത്ത് ആ വാക്കുകൾ എത്ര വേദനയോടുകൂടിയാണ് താങ്കൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ ഈ സമയത്ത് ആളുകൾ അറിയേണ്ടത് കൂടി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനെക്കുറിച്ച് ഈ സമയം നമ്മൾ ഓർക്കാതെ കടന്നു പോകരുതല്ലോ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുരംഗത്ത് വന്നു. അതിനുശേഷം DYFIയുടെ ജില്ലാ സെക്രട്ടറിയായും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായും എല്ലാം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം CPIMന്റെ ജില്ലാ കമ്മിറ്റിയിലും തുടർന്ന് ജില്ലാ സെക്രട്ടറിയായും CITയുടെ ജില്ലാ സെക്രട്ടറിയുമായും എല്ലാം പ്രവർത്തിച്ചു. കോട്ടയം ജില്ലയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ നയിക്കുന്ന രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകിയ സഖാവാണ് AV റസൽ. അദ്ദേഹത്തിന്റെ വേർപാടിന് വളരെ അപ്രതീക്ഷിതവും വളരെ ഞെട്ടലുളവാക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ചെറിയ രോഗങ്ങളുണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് HDCയിലാക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. പിന്നീട് റിവ്യൂവിന് പോയി. അതും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം പെട്ടെന്നുണ്ടായ കാർഡിയക് അറസ്റ്റാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഏതായിരുന്നാലും ഒരു നികത്താനാവാത്ത നിലവ് ഞങ്ങൾക്കെല്ലാം സഹോദരനായിരുന്നു, സഹപ്രവർത്തകനായിരുന്നു, സഹാവായിരുന്നു. സഹാവിന്റെ വേർപാടിൽ വിശ്വാസന്റെ. മിനിസ്റ്റർ, ജനുവരി 5-നാണ് രണ്ടാമത് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പം മാസങ്ങൾക്കിപ്പുറം ഈ വിടവാങ്ങൽ വാർത്ത നമ്മൾ വേദനയോടുകൂടി പങ്കുവയ്ക്കേണ്ടി വരികയാണ്. അദ്ദേഹത്തെ രോഗം അത്രമാത്രം തളർത്തിയിരുന്നു. ആ രോഗം കൊണ്ടല്ല അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ രോഗം ശസ്ത്രക്രിയയിലൂടെ ഭേദമാക്കുന്ന പ്രക്രിയ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയിരുന്നു. ഞാനായിരുന്നു കൊണ്ടുപോയത്, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കുഴപ്പമില്ല. അതിന്റെ റിവ്യൂവിന് വേണ്ടി ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നാണ്. തിരിച്ചു വന്നിട്ട് ഹോട്ടലിലേക്ക് കയറുന്ന സമയത്ത് തലകറക്കം ഉണ്ടായി. പെട്ടെന്നുണ്ടായ കാർഡിയക് അറസ്റ്റാണ് അദ്ദേഹത്തിന്റെ മരണ കാരണം, മറ്റേ രോഗമല്ല, നേരത്തെ ട്രീറ്റ് ചെയ്ത രോഗമല്ല. അതാണ് ഇപ്പോൾ ഉണ്ടായ സംഭവം. വളരെ നന്ദി മിനിസ്റ്റർ. ഈ സമയത്ത് നമ്മളോട് ആ വേദന പങ്കുവെച്ച് സംസാരിച്ചതിന് എത്ര ഹൃദയവേദനയോടുകൂടിയാണ് താങ്കളുടെ വാക്കുകളിൽ അത് എത്രയും വേദനയോടുകൂടിയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്ര അടുപ്പം ആളുകളോട് സൂക്ഷിച്ചിരുന്ന മികച്ച ഒരു നേതാവിനെ കൂടിയാണ്, ഒരു സംഘാടകനെ കൂടിയാണ് നഷ്ടമാകുന്നത്. അത്ര വേദനയോടുകൂടിയാണ് എല്ലാവരും സംസാരിക്കുന്നവർ, അത്രയും വേദനയോടുകൂടിയാണ് ഈ വാക്കുകൾ പങ്കുവെക്കുന്നത്.